മാധുരി ദീക്ഷിത് കേന്ദ്ര കഥാപാത്രത്തിൽ വന്ന മാ ബഹൻ എന്ന് പറഞ്ഞ ചിത്രം കണ്ടിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ചിത്രമാണ്. ആരും അങ്ങനെ അറിഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. OTT റിലീസായതുകൊണ്ട് തിയേറ്റർ റിലീസായിരുന്നെങ്കിൽ എങ്ങനെയല്ല അറിയായിരുന്നു. മാധുരി വല്ലപ്പോഴൊക്കെയല്ല അഭിനയിക്കാറുള്ളത്. മാധുരിയുടെ ഒരു അമ്മയുടെ കഥാപാത്രമാണ്. 2 പെൺകുട്ടികളുണ്ട്. ഒരാൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ജീവിതത്തിലും പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു ഹൗസിംഗ് കോളനി നടക്കുന്ന കാര്യങ്ങളാണ് മൊത്തം. വലിയ ലൊക്കേഷൻ ചേഞ്ച് ഒന്നുമില്ല. പുള്ളിക്കാരത്തി ഒരു ബിവറേജ് ഷോപ്പിൽ ജീവനക്കാരിയാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം തൻ്റെ മക്കളെ വളർത്തി. ഒരാൾ മാരീഡാണ്, ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നു. പുള്ളിക്കാരത്തി ഹൗസിംഗ് കോളനി തന്നെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവർക്കും ഇവരോട് നല്ല ദേഷ്യമാണ്. മാധുരി ദീക്ഷിതിന്റെ ഡ്രസ്സ് ഒരു വലിയ പ്രശ്നമായിട്ട് ആദ്യ കാലഘട്ടം പോലും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭർത്താവിന്റെ മരണശേഷം ഇവർക്ക് നേരെയുള്ള ആരോപണങ്ങൾ കൂടി. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള സദാചാര ഗുണ്ടകൾ പല കാര്യങ്ങളിലും ഇടപെടാറുണ്ടല്ലോ. അതുപോലെ ആ നാട്ടിൽ ഇവർക്കെതിരെ ഒരുപാട് ആൾക്കാർ തിരിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവർ ബോധർ ചെയ്യുന്നില്ല. ഇവർക്ക് ഈ നാട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ അമ്മ 2 മക്കളെയും വിളിക്കുന്നു. നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായി. ഇപ്പം മക്കൾ ഷോക്ക്ഡ് ആവുന്നു. നിങ്ങൾ പെട്ടെന്ന് വരണം എന്ന് പറയുന്നു. മക്കൾ വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ളതാണ് കഥ പറഞ്ഞു പോകുന്നത്. അത്യാവശ്യം ത്രില്ലടിപ്പിക്കുന്നതും ബ്ലാക്ക് ഹ്യൂമറൊക്കെ പറഞ്ഞു പോകുന്ന ചിത്രമാണ്. നിങ്ങളെ ബോറടിപ്പിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനില്ലാതെ 2 മക്കളെ വളർത്തുന്നതിന്റെ കഠിനാധ്വാനങ്ങളും അച്ഛനില്ലാത്ത പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിന് ശേഷമുള്ള ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ സിറ്റുവേഷൻസ്, ഭർത്താവിന്റെ വീട്, ആ സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയുടെ ജീവിതം, ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. സമൂഹം എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പല കാഴ്ചകളുണ്ട്. അതൊക്കെ നമുക്കിടയിലോട്ട് എത്തിക്കാൻ സംവിധാനം ശ്രമിച്ചിട്ടുണ്ട്. ഈ പടത്തിലെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന ആള് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. മാധുരിയും നല്ല പെർഫോമൻസ് ആണ്. മാധുരി പിന്നെ കോമഡിയും ത്രില്ലറൊക്കെ ഒരേ സമയം തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. സിനിമയിൽ അഭിനയിച്ചവരുടെ ലിസ്റ്റ് കൂടെ കൊടുത്തേക്കാം. ഫിലിമിന്റെ ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ. ഈ പടത്തിൽ മനുഷ്യർ ധരിക്കുന്ന വസ്ത്രം വെച്ച് ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്ലൈമാക്സിലോട്ട് വരുമ്പം ചില കാര്യങ്ങളൊക്കെ അവർ റിവീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തെ പറ്റിയ അബദ്ധങ്ങൾ. അത്യാവശ്യം നല്ലൊരു ചിത്രമാണ്. ബോറടിപ്പിക്കില്ല, കണ്ടുകൊണ്ടിരിക്കാന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് നെറ്റ്ഫ്ലിക്സ് നോക്കിയപ്പോഴാണ് ഈ ചിത്രം കണ്ടത്. മാധുരി എന്ന് കണ്ടപ്പോഴാണ് ഞാൻ അത് നോക്കിയത്. ഈ പടം എൻഡിലോട്ട് എത്തുമ്പം നമ്മൾ കണ്ട കാര്യങ്ങൾക്കകത്ത് പലതും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും ആയിട്ട് നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ഞാൻ കരുതുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള സിറ്റുവേഷൻസൊക്കെ നോർത്തിലോട്ട് പോയാൽ കുറവായിരിക്കുന്നത്. ഡ്രസ്സ് ജഡ്ജ് ചെയ്യുന്നൊന്നും ഇല്ലായിരിക്കും ഞാൻ കരുതി. ഞാൻ കുറച്ച് നാള് ബോംബെ ഉണ്ടായിരുന്നു. 2004 അന്ന് ഞാൻ ഫ്ലാറ്റിലാണ് ജീവിച്ചത്. ഹൗസിംഗ് കോളനിലോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കാണുമായിരിക്കും. പിന്നെ വലിയ ലൊക്കേഷൻ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു പാർക്ക് ഏരിയ കുറച്ച് നേരം ഇരിക്കുന്നുണ്ട്. ദെൻ ഹൗസിംഗ് കോളനി, ദെൻ ബിവറേജ് ഷോപ്പ്. അതിങ്ങനെ ഈ 8 ലൊക്കേഷനേ ഉള്ളൂ. അല്ലാതെ വേറെ ലൊക്കേഷൻ ഉണ്ടെന്നും അധികം പോകുന്നില്ല. പിന്നെ മൊത്തം നൈറ്റ് ഷൂട്ടാണ് കൂടുതലും. ഇതൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. മടുപ്പിക്കില്ല. ആ പഴയ അതേ ലുക്കിൽ തന്നെ പുള്ളിക്കാരത്തെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പരിഗണിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.